നമ്മളെ ഇവിടെയൊക്കെ ഇങ്ങനെ വേദിയും കെട്ടിയിട്ട് എസൻസും പറഞ്ഞിട്ട് നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ, യുക്തിവാദികൾ എന്ന് പറയുന്നവർ, ഒന്നും അറിയാത്ത ക്യാമ്പസിൽ നിന്നും കുറെ കുട്ടികളെയൊക്കെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ലിബറിസം വേണം, നമുക്ക് ഉദാര ലൈംഗികത വേണം, ആരെ കണ്ടാലും എപ്പൊക്കെയാണെങ്കിലും കാമിക്കുവാനുള്ളതായ അവസരം വേണം, എനിക്കിപ്പോ ആണാണെന്ന് തോന്നിയാൽ ഞാൻ ആണാണ്, പെണ്ണെന്ന് തോന്നിയാലും പെണ്ണാണ്, രണ്ടുമല്ല എന്ന് തോന്നിയാൽ രണ്ടുമല്ല എന്നൊക്കെ പറഞ്ഞു പറ്റിച്ച് വികാരങ്ങളെയൊക്കെ ദുരുപയോഗം ചെയ്തിട്ട് ഇസ്ലാമിൽ നിന്ന് വഴിതെറ്റിച്ചെടുത്തിട്ട് ഖുർആനിനെതിരെ കൊണ്ടുവരികയാണ് എക്സ് മുസ്ലിമുകൾ എന്നും പറഞ്ഞിട്ട് ഖുർആനിനെതിരെ ആളുകളെ കൊണ്ടുവന്നിരിക്കുക. ഈ പറയുന്ന നിരീശ്വരവാദികളായ വിവരമില്ലാത്തവർക്കറിയോ, ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ഖുർആൻ ഇട്ടെടുത്തിരിക്കുകയാണോ? അവര് ഖുർആൻ പഠിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവർ പറയുന്നു, ഈ ഖുർആൻ പറയുന്നത് സത്യമാണ്, അള്ളാഹു ഏകനായ ഇലാഹാണ്, മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട്, സ്വർഗവും നരകവും ഉണ്ട്. ലോകം കണ്ട വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് ഇത് വിളിച്ചു പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇന്നും നമ്മുടെയൊക്കെ മുന്നിൽ കാലിക പ്രസക്തിയോടുകൂടി, അഥവാ നൂറ്റാണ്ടുകൾ എത്ര കടന്നുപോയാലും, ആധുനിക ശാസ്ത്രം എത്ര വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയാലും, എത്ര വലിയ ടെക്നോളജികൾ വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ പുതിയ പുതിയ പഠനങ്ങൾ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും, അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഖുർആനിന്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യത നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാലം എത്ര കടന്നാലും, നൂറ്റാണ്ടുകൾ എത്ര കടന്നാലും, വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാണ്. ഈ വിശുദ്ധമായ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്താൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ നിരീശ്വരവാദികളുണ്ട്. യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന യുക്തിരഹിതവാദികളുണ്ട്. അവരൊക്കെയും ശ്രമിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ, വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്താൻ. ഇവരെന്നല്ല, വലിയ വലിയ ബുദ്ധിജീവികൾ ഈ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഗ്യാരി മില്ലർ എന്ന് പേര് പറയുന്ന ക്രൈസ്തവനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു. ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ലോക പ്രശസ്തനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായിരുന്നു. കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു ഗ്യാരി മില്ലർ. അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായി, വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം. എന്തിനാ ഖുർആൻ പഠിക്കുന്നത്? ഖുർആൻ പഠിക്കുന്നത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഈ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്തണം. വിശുദ്ധമായ ഖുർആനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും. ഖുർആൻ എന്ന് പറയുന്നത് 10,500 കൊല്ലം മുമ്പ് ഇറങ്ങിയതല്ലേ? ഈ 21ാം നൂറ്റാണ്ടില് തന്നെ പോലെ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധൻ ഈ ഖുർആനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും, കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും. ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല, മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ്. ജിബ്രീൽ എന്ന മാലാഖ കൊണ്ടുവന്നതല്ല. ആരെടുത്തോ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ ഖുർആൻ. ഇതിന് യാതൊരുവിധ ദൈവികതയുമില്ല, ഇതിൽ യാതൊരുവിധ ആത്മീയതയുമില്ല, ഇത് മാലാഖയിലൂടെ വരുന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം. അതിനു വേണ്ടി ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ പഠനം നടത്തുകയാണ്. അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളിലെ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠന വിധേയമാക്കുകയുണ്ടായി. അങ്ങനെ ഡോക്ടർ ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പഠനം നടത്തി. വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയ പഠനം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല. ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി. ഖുർആനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക്
അതിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ ചിന്തകളിലേക്ക്, അതിൻ്റെതായ മറ്റു പല പഠനങ്ങളിലേക്ക് ഗ്യാരി മില്ലർ ഇങ്ങനെ സഞ്ചരിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞ്, മാസങ്ങളോളം കഴിഞ്ഞ് ഗ്യാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധൻ, ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധൻ, അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. അന്നു മുതൽ അദ്ദേഹം ഗ്യാരി മില്ലർ അല്ല, അബ്ദുൽ അഹദ് ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, ഏകനായ അള്ളാഹുവിന്റെ അടിമയായ ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. നാം ഒന്ന് നോക്കണം, ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ, ഖുർആനിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വിശുദ്ധമായ ഖുർആനിൽ പഠനം നടത്തിയ ഗ്യാരി മില്ലർ എന്ന ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ. പക്ഷേ അദ്ദേഹം മുസ്ലിം ആവുകയാ. എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ വിശുദ്ധമായ ഖുർആനിനെ പഠനം നടത്തുകയാ. എന്റെ മനസ്സിലെ ചിന്ത എന്താ? പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം, ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല, ഈ ഖുർആൻ മുഹമ്മദിന്റെ ഗ്രന്ഥമാ, മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ, മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട വിശുദ്ധമായ ഖുർആനിന് ഞാൻ പഠനം നടത്തിയത്. അങ്ങനെ ഞാൻ ഖുർആനിൽ പഠനം നടത്തുകയുണ്ടായി. വിശുദ്ധമായ ഖുർആനില് മുഹമ്മദിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പഠനം നടത്തുകയുണ്ടായി. കാരണം സ്വന്തമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ, താൻ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്, തനിക്ക് ലോകത്തിന്റെ മുന്നിൽ സ്ഥാനമുണ്ട്, താൻ ഈ ലോകത്തിന്റെ നായകനാണ്, താൻ ഈ ലോകത്തിന്റെ നേതാവാണ്, താൻ പറയുന്നതെല്ലാവരും അനുസരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തന്റെ വാദഗതികളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ ഖുർആനില് എത്രയോ ഭാഗങ്ങളിൽ തന്റെ പേരിങ്ങനെ പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്ന ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി, മുഹമ്മദ് എന്ന നാമം എത്ര തവണയാ ഖുർആനിലുള്ളത്. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവനായ നാം ദൈവമായി അംഗീകരിക്കുന്ന ഈസാ നബിയുണ്ടല്ലോ, യേശുദേവനുണ്ടല്ലോ, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ഖുർആനിൽ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ഇങ്ങനെ പല പ്രവാചകന്മാരുടെയും പേരുകൾ എത്രയോ തവണ അധികമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വെറും വിരലിനെണ്ണാവുന്ന 4 സ്ഥലങ്ങളിൽ മാത്രമാ ഞാൻ കണ്ടിട്ടുള്ളത്. അതിലപ്പുറം മുഹമ്മദ് എന്ന നാമം ഖുർആനിലില്ലല്ലോ. അങ്ങനെ സ്വന്തമായി എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ, സ്വന്തമായി കൊണ്ടുവന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ തവണ തന്റെ പേരതിൽ ആവർത്തിച്ചു കൊണ്ടുവന്നു തന്റെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്തിയെടുക്കേണ്ടതാ. പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല. വെറും 4 സന്ദർഭങ്ങളിൽ മാത്രമാ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റിയത്. എന്റെ ആ ശ്രമവും പരാജയപ്പെട്ടു പോയി. രണ്ടാമത് വീണ്ടും ഞാൻ അന്വേഷണം നടത്തി. മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ എത്ര തവണ വന്നിട്ടുണ്ട്? മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തു സഹറബത്തു റളിയല്ലാഹു അൻഹാ, ഫാത്തിമാന്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി.
മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരുണ്ടല്ലോ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേര്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാനും പഠനം നടത്തി. മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീവിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി നോക്കി. മുഹമ്മദ് മുസ്തഫാന്റെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി. എന്നാൽ അപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആനില് ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരേ ഒരു സ്ത്രീരത്നത്തിന്റെ പേര് മാത്രമാ ഖുർആനിലുള്ളത്. ആ സ്ത്രീയുടെ പേരില് ഒരധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുകയാ. ആ സ്ത്രീ ആരാണെന്നറിയുമോ? അത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട ജന്മം നൽകിയ ഉമ്മയായ ആമിന ബീവിയല്ല. അവിടുത്തെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയല്ല. പിന്നെയോ വിശുദ്ധമായ ഖുർആനിൽ ഞാൻ കണ്ട ഒരേ ഒരു സ്ത്രീയുടെ പേര്, അതേ ഞാൻ ദൈവമായി വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് മാത്രമാ വിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരായി ഞാൻ കണ്ടിട്ടുള്ളൂ. ആ മറിയമിന്റെ പേരില് ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, സൂറത്തു മറിയം എന്ന പേരില്. എന്ന് മാത്രമല്ല, വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിബീൻ വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ആ മറിയമിന്റെ പാതിവ്യത്തെ പുകഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ ചാരിത്ര ശുദ്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ എത്രയോ ആയത്തുകളാ ഞാൻ കാണുന്നത്. അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ? മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും ഖുർആനിലില്ല. എന്നാലോ യേശുദേവന്റെ മാതാവായ മറിയമിന്റെ പേര് ഖുർആനിലുണ്ട്. ആ ശ്രമവും പരാജയപ്പെട്ടു പോയി. വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി. വിശുദ്ധമായ ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമോ? ശാസ്ത്ര കണ്ടെത്തലുകളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുമോ? അങ്ങനെ ഞാൻ പഠനം നടത്തി നോക്കി. ഖുർആൻ പറയുന്ന ഗോളശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ഭ്രൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര സത്യങ്ങൾ ഞാൻ എടുത്തു നോക്കി. എന്നാൽ അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകളിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാഗ്രഹം വരികയാ. ഈ ഖുർആൻ ഇനിയും പഠിക്കണമല്ലോ. അങ്ങനെ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി നടത്തുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ വിമർശിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ കളവാക്കുന്നവരോട് അല്ലാഹു തന്നെ വെല്ലുവിളി നടത്തുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ആ മനുഷ്യരീ ഖുർആനിനെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കുന്നില്ലേ? ഈ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവഗാഹം നടത്തുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അവർ വിമർശിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ രാരാതിരാതനായ അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമല്ല എങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള്, ഒരുപാട് കുറ്റങ്ങള്, കുറവുകള്, ഒരുപാട് ന്യൂനതകള് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. എന്നിട്ടും എന്തേ അവർ ഖുർആൻ പഠിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ഖുർആൻ ചിന്തിക്കുന്നില്ല? ക്യാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര
ശാസ്ത്ര വിദഗ്ധം പറയുകയാ, എന്റെ ഹൃദയത്തിൽ ഞെട്ടലുണ്ടായി, എന്റെ ഹൃദയത്തിൽ തട്ടിയുണർത്തിയ ആയത്താ. അങ്ങനെ ഞാൻ ഖുർആൻ പഠിക്കുമ്പോ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് വല്ലാത്ത താല്പര്യമാണെങ്കിലോ ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങള്, വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങള്, വിശുദ്ധ ഖുർആനിലെ വാചകങ്ങളും അക്ഷരങ്ങളും അതേ കണക്കുകൾ കൊണ്ട് വല്ലാതെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത്രയുമൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈ ഖുർആനിനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠനം നടത്തിയ ആൾ ഗ്യാരി മില്ലർ. എന്നാൽ അദ്ദേഹം പറയുന്നു, എന്റെ കണ്ടെത്തലുകളെല്ലാം അത്ഭുതപ്പെട്ടുപോയി. കാരണം ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടുപോയി. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വന്തമായി എഴുതിയിട്ട് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു, അങ്ങനെ സ്ഥാപിച്ചെടുക്കലായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം എന്നെ തൊട്ടുണർത്തി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആൻ പഠിക്കാത്തതെന്താ? അങ്ങനെ പഠിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ളതല്ല ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും. പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. ഞാൻ പരാജയപ്പെട്ടു. ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാൻ സാധിച്ചു. അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ മുസ്ലിമായി ഗ്യാരി മില്ലറിൽ നിന്നും അബ്ദുൽ അഹദ് ഉമറായി മാറി. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുണ്ട്. ഹാഫിളിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരും. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് 15 വരിയുള്ള ഒരായത്ത്. എന്താണ് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്? ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഖുർആനിലല്ലേ ഏറ്റവും വലിയ ആയത്താകുമ്പോ അള്ളാഹുവിനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തെയോ നരകത്തെയോ പറ്റിയിട്ടായിരിക്കും അല്ലേ? ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് നമ്മെ അക്കൗണ്ടൻസി പഠിപ്പിക്കുക, എക്കണോമിക്സ് പഠിപ്പിക്കുക, ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ എങ്ങനെ രേഖപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുക. മനുഷ്യർക്കിടയിൽ സാമ്പത്തിക ഇടപാട് നടക്കുമല്ലോ, മണി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോ എങ്ങനെ അത് എഴുതി വെക്കണം. ഖുർആനാണ് ഇത്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതാ. ലോകത്തെ ശാസ്ത്ര മേഖലകളെ സത്യസന്ധമായി പരിചയപ്പെടുത്തിയത് ഖുർആനാ. നിങ്ങൾക്കറിയോ, ഒരു കാലത്ത് ഇവിടെ ശാസ്ത്രം പല വേദഗ്രന്ഥങ്ങളും ഇവിടെ പറഞ്ഞെന്താണെന്നറിയോ? സൂര്യൻ ചലിക്കൂല, സൂര്യൻ അവിടെ തന്നെ നിൽക്കുക എന്നാ പറയുന്നത്. പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു പോലും ചെയ്തിട്ടുണ്ട് അങ്ങനെ. എന്നാൽ അതിനൊക്കെയും മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞല്ലേ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് ശാസ്ത്രത്തിന് തിരുത്തേണ്ടി വന്നു. ഖുർആനാണ് പഠിപ്പിച്ചത്. ഇവിടെ ഭൂമി, ഈ ആകാശവും ഭൂമി എങ്ങനെ ഉണ്ടായി? ദ ബിഗ് ബാങ് തിയറി, മഹാവിസ്ഫോടന സിദ്ധാന്തം. ശാസ്ത്രം എന്നാ കണ്ടുപിടിച്ചേ? പക്ഷേ അള്ളാന്റെ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞില്ലേ, അവലം തറല്ലദീന കഫറു വന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ. ആകാശവും ഭൂമിയും ഒക്കെ ഒറ്റ പിണ്ഡമായിരുന്നു. ഒരു വിസ്ഫോടനത്തിലൂടെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നാമാണ്. അല്ലാഹു പറയാ, ദ ബിഗ് ക്രഞ്ച് തിയറി. ഭൂമി നശിക്കുന്ന ഒരവസ്ഥ. ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ ഭൂമിയൊക്കെ നശിക്കും. ഖുർആൻ പറയുന്നില്ല എത്രയോ ഭാഗങ്ങളിൽ. ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ബലൂൺ ഊതിപ്പെരിപ്പിക്കുമ്പോ ആ ബലൂണിലുള്ള പുള്ളികൾ ഇങ്ങനെ അകന്നകന്നകന്ന് മാറുന്നത് പോലെ ഭൂമി വികസിക്കുകയാണ്. നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ ഇങ്ങനെ അകന്നകന്ന് പൊക്കോണ്ടിരിക്കുക. ആധുനിക ശാസ്ത്രജ്ഞന്മാർ അടിവരയിട്ട് പറയാ. എന്നാ നമുക്കറിയോ, ഇവരൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് ഖുർആൻ പറഞ്ഞു, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസിഊൻ. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് നാമാണ്, നമ്മുടെ കൈകൾ കൊണ്ട്, അധികാരം കൊണ്ടാണ്. അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നാമാണ്. എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അവസാനം ഇതൊരു ശാസ്ത്ര ക്ലാസ് ആയി പോയി. അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി നമ്മൾ എന്താ മനസ്സിലാക്കിയ?
ഈ ഖുർആനാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്ര സത്യം. ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രമൊക്കെ ഇനി അതും കൂടെ ഒക്കെ പറയാൻ നിന്ന സമയം നമുക്ക് ഒരുപാടായി പോകും. ഖുർആനിൽ പറഞ്ഞ ശാസ്ത്രങ്ങൾ എനിക്കറിയൂ, സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കൊമറ്റ് ഓഫ് ഹാലി, ഹാലിയുടെ വാൽ നക്ഷത്രം എന്നാ അതിന് പറയുന്നത്. എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതിനെ കണ്ടുപിടിച്ചത്. ദ കൊമറ്റ് ഓഫ് ഹാലി. ഈ വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വാൽ നക്ഷത്രം, നമ്മള് നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ തീയാണ്, പുകയാണ്, ഭയങ്കര സംഭവമാണ്, തൊട്ടാ കരിഞ്ഞു പോകും. ശാസ്ത്രം അതിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആൻ ഐസി സ്മാൾ സോളാർ സിസ്റ്റം ബോഡി, സൗരയുധത്തിലുള്ള തണുത്തുറഞ്ഞ ഒരു ബോഡി, ഒരു ഘടകമാണ് കൊമറ്റ്, വാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ. ഉൽക്ക വാൽ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പറയും. ആകാശത്ത് തണുത്തുറഞ്ഞ വലിയ കഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്. ആകാശത്ത് നിന്ന് വലിയ മഞ്ഞുമലകളിൽ നിന്നും മഞ്ഞ് നാം താഴോട്ട് ഇറക്കുന്നു. ഈ ശാസ്ത്രം എന്താ ഇതൊക്കെ പറഞ്ഞേ? അതുപോട്ടെ, ദ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പറയും. ഹാലി കണ്ടുപിടിച്ചൊരു ഒരു നക്ഷത്രമുണ്ട്. അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവൂ. അതുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഹാലി കണ്ടുപിടിച്ച ആ നക്ഷത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തന്റെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു വാൽ നക്ഷത്രം അതാണ്. ശ്രദ്ധിച്ചോണേ, മനുഷ്യന് ഭൂമിയിൽ നിന്ന് തന്റെ നഗ്ന നേത്രം കൊണ്ട് നേരിട്ട് കാണാൻ പറ്റാവുന്ന വാൽ നക്ഷത്രം. കാരണം മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും അതിന് നിറവ്യത്യാസം ഉണ്ടാവും, അതിന് വലിപ്പത്തിന് ആകൃതിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഏകദേശം 1986 അവസാനമായി അതിനെ കണ്ടത്. ഒരു പുരുഷായുസിൽ ഒരുപക്ഷെ 2 തവണ കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രവും അതേ ഉള്ളൂ. കാരണം സാധാരണ ഈ നക്ഷത്രമൊക്കെ കണ്ടാൽ പിന്നെ ഇത് ചുറ്റി സഞ്ചരിച്ച് വരണമെങ്കിൽ 10,100,000 കൊല്ലമാവും, കാണാൻ പറ്റൂല. പക്ഷേ ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകത, നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റും. അതിന്റെ ആകൃതി, മറ്റ് നക്ഷത്രങ്ങൾക്കിടയിലുള്ള വലിപ്പം, ഇതൊക്കെ വെച്ചിട്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഈ നക്ഷത്രത്തെ നാം എവിടെയാണോ കണ്ടത് അവിടെ തന്നെ ഇത് അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോ എല്ലാ നക്ഷത്രങ്ങൾക്കിടയിൽ നമുക്കതിനെ പ്രത്യേകിച്ച് കാണാൻ പറ്റും. അതുപോലെ തന്നെ എവിടെ കണ്ടോ അവിടെ തന്നെ ഇത് അപ്രത്യക്ഷമായി പോകും. മൂന്നാമത്തേത്, ഈ നക്ഷത്രം ഒരിക്കൽ പ്രത്യക്ഷമായാൽ പിന്നെ 76 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത് വരുന്നത്. 986 വന്നു. ഇനി ഏകദേശം 2060 മറ്റോ ഒക്കെയാണ് ഈ നക്ഷത്രത്തെ ഇനി കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് എന്റെ ഓർമ്മ. അപ്പൊ ഈ 3 പ്രത്യേകതകൾ ഇത് ശ്രദ്ധിച്ചോണം. എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകിച്ച് നിറം കൊണ്ട്, വലിപ്പം കൊണ്ട്, ആകൃതി കൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന നക്ഷത്രം, അത് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും ആകാശത്തിൽ. രണ്ടാമത്തേത്, നമ്മൾ കാണുന്നിടത്ത് തന്നെ അസ്തമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന നക്ഷത്രം. മൂന്നാമത്തേത്, 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷമാകുന്നു. ഈ 3 കാര്യങ്ങൾ എത്രയോ വലിയ കണ്ടുപിടുത്തമാണ് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, അതിനേക്കാളും ഒക്കെ എത്രയോ കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ ഇത് പറഞ്ഞു തരിക. അത്ഭുതം തോന്നുന്നുണ്ടോ? ഈ കൊമറ്റ് ഓഫ് ഹാലി എന്ന് പേരിട്ടിരിക്കുന്ന ഈ നക്ഷത്രം എല്ലാ നക്ഷത്രങ്ങൾക്കിടയിലും പ്രത്യേകം തിരിച്ചറിയാൻ പറ്റുന്ന നിറവും വലിപ്പവും ആകൃതിയുമുള്ള നക്ഷത്രം, എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമായി പോകുന്ന നക്ഷത്രം, 76 വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന നക്ഷത്രം. വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ പറയുകയാ, വകദാലിക നുരി ഇബ്രാഹിം മലകൂത സമാവാതി വൽ അർള്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകാശ ഭൂമികളിലുള്ള ചില രഹസ്യങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബിയുടെ വിശ്വാസം ദൃഢമാകുന്നതിന് വേണ്ടിയിട്ട് ആകാശ ഭൂമികളെ ചില അത്ഭുതങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാ. ഇബ്രാഹിം നബി പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട് തന്റെ റബ്ബിനെ കണ്ടെത്തുന്ന ഒരു രംഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അത് മുഴുവനും വിശദീകരിക്കൽ നമ്മുടെ ലക്ഷ്യമല്ല.
എന്നാൽ കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈല റആ കൗകബാ ഖാല ഹാദാ റബ്ബി فلما أفل قال لا أحب الآفلين. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പാതിരാത്രിയുടെ നിശബ്ദതയിൽ വന്ന് രാത്രിയുടെ നിശബ്ദതയിൽ വന്ന് പ്രകൃതിയെ നിരീക്ഷിക്കുകയാ, തന്റെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാ. ആ സമയത്താ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു, അങ്ങനെ രാത്രി വന്ന് മൂടുന്ന സമയത്ത് റആ കൗകബാ, ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നക്ഷത്രത്തെ കാണുകയാ. ഖുർആൻ പറഞ്ഞത് റആ കൗകബാ, ഒരു നക്ഷത്രത്തെ കണ്ടു എന്ന. രാത്രിയിൽ ആകാശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാ. ആ ഒരു നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാ? എഡ്മണ്ട് ഹാലി എന്ന ശാസ്ത്രജ്ഞന് ഒരു നക്ഷത്രത്തെ മാത്രം ശ്രദ്ധിച്ചത് അതിന്റെ വലിപ്പ വ്യത്യാസം കൊണ്ട്, അതിന്റെ നിറവ്യത്യാസം കൊണ്ട്, അതിന്റെ ആകൃതിയുടെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതേ നക്ഷത്രത്തെ കാണുകയാ. റആ കൗകബാ, ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. കണ്ടു എന്ന് മാത്രമല്ല, തന്റെ ജനങ്ങളെയെല്ലാം വിളിച്ച് കാണിച്ചു കൊടുക്കുകയാ. ഒരു പ്രത്യേകതയും ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമുണ്ട്. എല്ലാ ജനങ്ങളും അത്ഭുതത്തോടുകൂടി നോക്കി നിന്ന നക്ഷത്രങ്ങൾക്കിടയിൽ വലിപ്പ വ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ നിറവ്യത്യാസമുള്ള, നക്ഷത്രങ്ങൾക്കിടയിൽ ആകൃതി വ്യത്യാസമുള്ള ഒരു നക്ഷത്രമാ റആ കൗകബാ. ആ ഒരു നക്ഷത്രത്തെ ഇബ്രാഹിം നബി കാണുകയാ. ഇബ്രാഹിം ജനങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായി ആ നക്ഷത്രത്തെ നിരീക്ഷിച്ച് പഠനം നടത്തുമ്പോൾ ഖുർആൻ തൊട്ടെടുത്ത് പറയുന്നു ഫലമ്മാ അഫലാ. അതേ എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച വാൽ നക്ഷത്രത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? എവിടെയാണോ കണ്ടത് അവിടെ തന്നെ അത് ഡിസപ്പിയർ ആവുക എന്നുള്ളതാ. എവിടെ കണ്ടോ അവിടെ തന്നെ അപ്രത്യക്ഷമാവുക എന്നുള്ളതാ. ഖുർആൻ പറയുന്നു ഫലമ്മാ അഫലാ. ഇബ്രാഹിം നബിയും തന്റെ ജനങ്ങളും ആ നക്ഷത്രത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നക്ഷത്രം അപ്രത്യക്ഷമാവുകയാ, ആ നക്ഷത്രം അസ്തമിച്ചു പോവുകയാ. എത്ര കൃത്യമായിട്ടാ ഖുർആൻ പറയുന്നത്. എഡ്മണ്ട് ഹാല് കണ്ടുപിടിച്ച നക്ഷത്രമാണെന്ന് വെറുതെ പറയുന്നതല്ലല്ലോ. എല്ലാ നക്ഷത്രങ്ങൾക്കും ഇടയിൽ തിരിച്ചറിയാൻ പറ്റുന്നതാണ്. എല്ലാ നക്ഷത്രങ്ങളുടെ ഇടയിലും അസ്തമിച്ചു പോകുന്ന നക്ഷത്രമാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താ? 76 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് പോയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ആ മൊബൈലിലുണ്ടല്ലോ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ സൂറത്തുൽ അൻആം നിങ്ങളൊന്ന് എടുക്കുവോ. എന്നിട്ട് ആ സൂറത്തുൽ അൻആമിൽ 76ാമത്തെ ആയത്തൊന്ന് എടുക്കുമോ. ആ 76ാമത്തെ ആയത്തിലാ ഇബ്രാഹിം നബി കണ്ട നക്ഷത്രത്തെ പറ്റി അല്ലാഹു പറയുന്നത്. 76 വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ് 75ാമത്തതിലും പോയില്ല, 77ാമത്തതിലും പോയില്ല. കൃത്യമായി 76 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ ആ 76ാമത്തെ ആയത്തിൽ കൊണ്ടുവന്ന അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. തന്റെ പ്രിയപ്പെട്ട ദാസനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേലിൽ യാതൊരുവിധ ന്യൂനതകളുമില്ലാത്ത ഖുർആൻ ഇറക്കിയ റബ്ബേ, അൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതികളും റബ്ബേ. എത്ര സ്പഷ്ടമായിട്ടാണ് ഖുർആൻ പറഞ്ഞേ. എല്ലാ നക്ഷത്രങ്ങളുടെയും ഇടയിൽ റആ കൗകബ, ആ നക്ഷത്രത്തെ മാത്രം ഇബ്രാഹിം നബി കാണുകയും ശ്രദ്ധിക്കുകയും വേണമെങ്കിൽ അതിന് വലിപ്പ വ്യത്യാസം, നിറവ്യത്യാസം, ആകൃതി വ്യത്യാസം ഉണ്ടാകണം. എഡ്മണ്ട് ഹാലി ആ നക്ഷത്രം കണ്ടെത്താ അതുകൊണ്ടാ. ഇബ്രാഹിം നബിയും ആ നക്ഷത്രം കണ്ടത് അതുകൊണ്ടാ.
രണ്ടാമത്തത് ഹാല് പറയുന്നു കണ്ടോണ്ടിരിക്കുമ്പോൾ അതങ്ങ് അസ്തമിച്ചു പോകും. ഖുർആൻ പറയുന്നു ഫലമ്മാ ഫല, നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതങ്ങ് അപ്രത്യക്ഷമായി. 76 വർഷത്തിൽ ഒരിക്കലാ വരുന്നതെന്ന് ഹാലി പറയുന്നു. ഖുർആൻ ഈ നക്ഷത്രത്തെ പറ്റി പറഞ്ഞ ആയത്ത് 76-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ശാസ്ത്രം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ലോകം കണ്ട ശാസ്ത്രജ്ഞന്മാർ, കീത്ത് മൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഖുർആനിന്റെ പങ്ക് എന്ത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ പറയുന്നുണ്ട്. കീത്ത് മൂറിനെ പോലെയുള്ള ശാസ്ത്രജ്ഞന്മാർ. മൗറിസ് ബുഖായി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്, നിസാര ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള്, അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങള്, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ ചർച്ചയാ. നമുക്കറിയോ, ഏകദേശം 1800-കളുടെ അവസാനത്തിൽ ചെങ്കടലിന്റെ അടിയിൽ നിന്നും ഫറോവയുടെ ശവശരീരം കിട്ടി. ആ ഫറോവയുടെ ശവശരീരം ഈജിപ്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാ നിങ്ങൾക്കറിയോ, ലോക ചരിത്രത്തിൽ ഒരേ ഒരു തവണ ആ മ്യൂസിയത്തിൽ നിന്നും ആ ശരീരം ഫ്രാൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രാൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ശരീരം ഒരേ ഒരു തവണ മാത്രമേ പുറത്തു കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ തിരിച്ച് അതേപോലെ കൊണ്ടുവന്നു. ആർക്ക് വേണ്ടിയിട്ടാ? മൗറിസ് ബുഖായി എന്ന ശാസ്ത്രജ്ഞന് വേണ്ടിയിട്ട്. അയാൾ ആവശ്യപ്പെട്ടു, ഭരണകൂടങ്ങൾ ഇടപെട്ടു. മൗറിസ് ബുഖായി എന്നൊക്കെ പറഞ്ഞാൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാ. അദ്ദേഹത്തിന്റെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് ഫ്രാൻസിലെ പരമോന്നത ബഹുമതി കൊടുത്ത് ആദരിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മൗറിസ് ബുഖായി. ആ മൗറിസ് ബുഖായി ആവശ്യപ്പെട്ടപ്പോൾ ഈജിപ്തിലെയും ഫ്രാൻസിലെയും ഭരണകൂടം തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഫറോവയുടെ ശരീരം ഫ്രാൻസിലേക്ക് കൊടുത്തുവിട്ടു. നമ്മൾ ചിന്തിക്കണം. കാരണം അദ്ദേഹം അതിൽ പഠനം നടത്താൻ വേണ്ടിയിട്ട് മൗറിസ് ബുഖായിയുടെ എക്സ്പെരിമെന്റ് ടേബിളിൽ ഫറോവയുടെ ശരീരം വന്നു. കാരണം അയാൾക്ക് വല്ലാത്ത അത്ഭുതം. ആ ശരീരം പരിശോധിക്കുമ്പോ 1000കണക്കിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട് ഈ ശരീരം. ഇതെങ്ങനെ കടലിന്റെ അടിയിൽ കിടന്നു? മത്സ്യങ്ങൾ കൊത്തിവലിച്ചില്ല. അതാ കടലിൽ കിടന്നിട്ട് തിരമാലകളിൽ അലഞ്ഞലഞ്ഞ് ആ ശരീരത്തിന്റെ കൈയും കാലും തലയും വേർപെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടായില്ല. അത് ദ്രവിച്ചു പോയില്ല, അത് നശിച്ചു പോയില്ല. അത്തു പൊങ്ങി കടലിന്റെ മുകളിൽ വന്നിട്ട് പറവകൾ വന്ന് കൊത്തിവലിച്ചില്ല. സ്രാവോ മറ്റു വലിയ മത്സ്യങ്ങളോ വന്ന് വിഴുങ്ങിപ്പോയില്ല. ഒരു പോറലു ഏൽക്കാതെ 1000കണക്കിന് കൊല്ലം രാംസസ് രണ്ടാമന്റെ ശരീരം എങ്ങനെയാണ് ഈ കടലിന്റെ അടിയിൽ കിടന്നത്? അയാൾ അത്ഭുതപ്പെട്ടു പോയി. മൗറിസ് ബുഖായി ഖുർആനിൽ പറയുന്ന ഫറോവയുടെ പേര് രാംസസ് എന്നാണ്. രാംസസ് രണ്ടാമൻ. ആ റാംസസ് രണ്ടാമന്റെ ശരീരമല്ലാതെ ബാക്കി ഫറോവമാരൊക്കെ ചത്തു കഴിയുമ്പോ അവരെ പ്രത്യേക രാസവസ്തുക്കൾ വെച്ചിട്ട് പ്രത്യേക ഒരു പേടകത്തിനകത്ത് മമ്മി എന്ന് പറയും. ഈജിപ്തിലൊക്കെ പോയാൽ നമുക്ക് കാണാം, നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മമ്മി എന്ന് പറയും. അതിനുള്ളിൽ വെച്ച് അടക്കം ചെയ്യുകയാ ചെയ്യുന്നത്. രാസവസ്തുക്കൾ വെച്ച് ശരീരം നശിക്കാതെ സൂക്ഷിക്കും. പക്ഷേ ഇതിൽ ഒരു രാസവസ്തുവും പുരട്ടിയിട്ടില്ല. ഇത് എംബാം ചെയ്ത ശരീരമല്ല. മറ്റെന്തെങ്കിലും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് എങ്ങനെയാണ്? അദ്ദേഹം കുറെ അന്വേഷിച്ചു. അത്ഭുതമാണ്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അന്വേഷണത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ചിന്തയുണ്ടായി. മതഗ്രന്ഥങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നതെന്താ? അങ്ങനെ അദ്ദേഹം മതഭേദ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് പഠനം നടത്താൻ തുടങ്ങുകയാ. പല മതഗ്രന്ഥങ്ങളിലും ഫറോവയെ പറ്റി പറയുന്നുണ്ട്. ഫറോവ മുങ്ങി ചത്തുപോയതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഫറോവയുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്നതിനെ പറ്റി പറയുന്നില്ലല്ലോ. അങ്ങനെ ഡോക്ടർ മൗറിസ് ബുഖായിയുടെ ഒരു ശിഷ്യരിൽപ്പെട്ട ഒരു ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, മുസ്ലിമുകളുടെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ ഒരു സൂക്തമുണ്ട്. അതിൽ ഫറോവ ചത്തു കഴിഞ്ഞ് ശരീരം സംരക്ഷിക്കുമെന്ന് പറയുകയാ. وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കടലിങ്ങനെ മാറിക്കൊടുത്ത് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ മുസ്ലിമുകളുടെ പിന്നാലെ ഫറോവയും കിങ്കരന്മാരും ചെങ്കടലിലേക്ക് ഇറങ്ങുമ്പോ മൂസാ നബിയും അനുയായികളും രക്ഷപ്പെട്ടു പോയി. അല്ലാഹു തആല കടലിനെ വീണ്ടും ചീർത്ത് കളയുകയാ. അങ്ങനെ ചെങ്കടലിന്റെ ആഴങ്ങളിൽ ചെളിവെള്ളവും ഉപ്പുവെള്ളവും ശരീരത്തിലേക്ക് കയറിയിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഫറോവ, ആ ഫറോവയുടെ അല്ലാഹു തആല പറയുകയാ, ഫൽയൗമ നുനജ്ജീക ബിബദനിക, ഏ ഫറോവ, ഇന്നു മുതൽ നിന്റെ ശരീരത്തെ ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാ, യാതൊരുവിധ കേടുപാടുകളുമില്ലാതെ, മത്സ്യങ്ങൾ തിന്ന് നശിച്ചു പോകാതെ, മത്സ്യങ്ങൾ വിഴുങ്ങി നശിച്ചു പോകാതെ, പറവകൾ കൊത്തി വലിച്ചു കൊണ്ടുപോകാതെ, അതാ ഈ ശരീരത്തെ ഞാൻ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതാ. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, എന്തിനു വേണ്ടിയിട്ടാ? നിനക്ക് ശേഷം വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമായിട്ട്, നിന്റെ കാലഘട്ടത്തിന് ശേഷം ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് ദൃഷ്ടാന്തമായിക്കൊണ്ട് ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വ ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അധിക ജനങ്ങളും അശ്രദ്ധയിൽ കഴിയുകയാ. ഈ ഒരു ആയത്ത് കൊണ്ടതും മൗറൂസ് ബുക്കായിയുടെ ഹൃദയം തുറക്കുകയാ. എത്ര സുന്ദരമായിട്ടാ ഖുർആൻ പറയുന്നത്, എത്ര സ്പഷ്ടമായിട്ടാ ഖുർആൻ പറയുന്നത്. ഒരു കേടുപാടുമില്ലാതെ ഈ ശരീരം സൂക്ഷിക്കുമെന്ന്, പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ദൃഷ്ടാന്തമായി അതിനെ നൽകുമെന്ന് മൗറൂസ് ബുക്കായി ഏറ്റെടുക്കുന്ന വിശുദ്ധ ഖുർആൻ. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വരികയാ. ഡോക്ടർ മൗറൂസ് ബുക്കായി മുസ്ലിമായി. അദ്ദേഹം പിന്നെ ഗ്രന്ഥം എഴുതി. വിശുദ്ധ ഖുർആനും ശാസ്ത്രവും എന്ന പേരിൽ ലോക പ്രശസ്ത ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. നമ്മളിപ്പോഴും ഈ ഖുർആൻ ഒരു പഴഞ്ചൻ സാധനം, മുസ്ലിയാക്കന്മാർക്ക് ഓതാനുള്ള, റമളാനിൽ മാത്രം ഓതാനുള്ള ഒരു സാധനം. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് തുറന്ന് ഖുർആൻ ആയത്തുകൾ കണ്ട് കണ്ണീരൊഴുക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിസ്സാരമാണെന്ന് നമ്മൾ കരുതിയോ? നിസ്സാരമാണെന്ന് നമ്മൾ വിചാരിച്ചോ? തീർന്നിട്ടില്ല സഹോദരങ്ങളെ. ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ നിന്നാൽ തായ്ലൻഡിലെ തേജാസൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അനാട്ടമി ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീര ഘടനകളെ പറ്റിയിട്ട് പഠനം നടത്തുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആദ്യകാലത്തൊക്കെ മനുഷ്യ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളില്ല, 4 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. അന്ന് തൊലി എന്ന് പറയുന്നതിന് ഇതിനകത്തോട് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പർശനത്തിലൂടെ മനുഷ്യൻ തിരിച്ചറിയുന്ന ഒരു ഇന്ദ്രിയമായി തൊലിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് തലച്ചോറോ മറ്റോ ആയിരിക്കുമെന്ന ചർച്ചകൾ ഇങ്ങനെ നടക്കുക. പക്ഷേ തേജാസന്നിന് അതങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു കണ്ടെത്തൽ പറ്റുന്നില്ല. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? മനുഷ്യൻ സ്പർശനത്തിലൂടെയല്ലേ തിരിച്ചറിയുന്നത്, തലച്ചോറിലൂടെയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ആ കണ്ടുപിടുത്തം അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. ഇത്രയും നാളെ തന്റെ പഠനവും തന്റെ ഗവേഷണവും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടുന്നില്ല. തേജാസന് കുറെ ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സൗദി അറേബ്യയിലുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ഡോക്ടറായി ക്ഷണിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെ വന്നു. അവിടെ അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിലുള്ള ആളുകൾ പോലും ചികിത്സിക്കുന്നത് തേജാസനാണ്, തായ്ലൻഡുകാരനായ തേജാസൻ. അങ്ങനെ ആ തേജാസൻ റിയാദിലുള്ള ഒരു മെഡിക്കൽ കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മുസ്ലിം പണ്ഡിതന്മാർ മനുഷ്യ ശരീരത്തെ പറ്റി ഖുർആനിൽ പറയുന്ന ചില ആയത്തുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഓതി കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോഴും അത് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ, അത് പല വേദഗ്രന്ഥങ്ങളിലുണ്ട്, അദ്ദേഹം പലതും അത് ബുദ്ധ വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരായത്ത് ഒരു ആലിം ഓതുകയുണ്ടായി. നരകത്തെ പറ്റി പറയുന്ന ആയത്താണ്, അല്ല വേറൊന്നുമില്ല. നരകത്തെ പറ്റി പറയുന്ന ആയത്ത്. നരകത്തിൽ അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുക്കുന്ന ശിക്ഷകളെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ. അതിൽ അല്ലാഹു പറയുന്നു, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യരുണ്ടല്ലോ,
ആ നരകത്തിന്റെ തീയിൽ കിടന്ന് വെന്തുരുകുന്ന മനുഷ്യരാ. നരകത്തിൽ കിടന്നുകൊണ്ട് ശരീരത്തിന്റെ തൊലിയെല്ലാം വെന്തുരുകി കഴിയുമ്പോൾ അല്ലാഹു പറയുന്നു, കുല്ലമാൻ ജുലൂദുഹും, അവരുടെ ശരീരത്തിന്റെ തൊലി ഉരുകി മാറിക്കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, ആ ഉരുകിപ്പോയ തൊലിയുടെ സ്ഥാനത്ത് പകരമായി വീണ്ടും അല്ലാഹു തൊലിയെ നൽകുകയാ. നരകത്തിൽ തൊലി ഉരുകി മാറിയിട്ട് ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അല്ലാഹു ആ സ്ഥാനത്തേക്ക് വീണ്ടും തൊലി കൊടുക്കുകയാ. എന്തിനാണ്? ലിയദൂഖുൽ അദാബ്, അവര് വേദന രുചിക്കാൻ വേണ്ടിയിട്ടാ, വേദന അറിയാൻ വേണ്ടിയിട്ട് തൊലി ഇങ്ങനെ ഉരിമാറുമ്പോ വീണ്ടും തൊലിയിട്ട് കൊടുക്കുന്നു വേദന അറിയാൻ. ഈ ഒരു വിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കുമ്പോ തേജാസന് ചിന്തിച്ചു പോകുന്നു, എത്രയോ വലിയ സത്യമാ, എത്രയോ വലിയ സത്യമാ. തന്റെ അന്വേഷണ ഗവേഷണങ്ങൾക്ക് ഇവിടെ ഉത്തരം നൽകപ്പെട്ടിരിക്കുകയാ. അതേ മനുഷ്യ ശരീരം വേദനയറിയുന്നത് സ്പർശനശേഷിയിലൂടെ, തൊലിയിലൂടെയാ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ തൊലിയിലൂടെയാണ്, ചർമ്മത്തിലൂടെയാണ് മനുഷ്യൻ വേദനയറിയുന്നത്, സുഖമറിയുന്നത്, തണുപ്പറിയുന്നത്, ചൂടറിയുന്നതെന്ത് ലോകത്തിന് മുമ്പിൽ തേജാസന് വിളിച്ചു പറയുന്നു. അതോടൊപ്പം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെയും ഏറ്റെടുക്കുകയാ. തേജാസന് മുസ്ലിമായി ഇവരൊക്കെ നിസ്സാര ആളുകളാണോ? എന്നാ നമ്മൾ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നതാരാ? ദ ഫാദർ ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ട് എങ്കിൽ, ഗൂഗിൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കാം. അവിടെ നമുക്കൊരു പേര് കാണാൻ പറ്റും, അവിസന്ന എന്നൊരു പേര്. അവിസന്ന എന്നൊരു പേരുണ്ട്. ദ ഫാദർ ഓഫ് മോഡേൺ മെഡിക്കൽ സയൻസ്, ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി അവിസന്നയുടെ പേര് നമുക്ക് കാണാൻ പറ്റും. വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ മെഡിക്കൽ കോളേജുകളുടെ മുന്നിൽ അവിസന്നയുടെ പ്രതിമ പോലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരാണ് അവിസന്ന? മെഡിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ മുമ്പിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മൂലഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താറുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് ദ കാനോൻ ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്നാണ്. ദ കാനോൻ ഓഫ് മെഡിസിൻ. രണ്ടാമത്തേത് ദ ബുക്ക് ഓഫ് ഹീലിംഗ്, ചികിത്സയെ പറ്റി പഠിപ്പിക്കുന്നതായ ഇതിൽ നിന്നാണ് പുതിയ പുതിയ പഠനങ്ങളും കണ്ടെത്തലും. ഈ അവിസന്ന എന്ന് പറയുന്നത് ആരാ? ഈ ബുക്ക് ഓഫ് ഹീലിംഗ് എന്നും കാനോൻ ഓഫ് മെഡിസിനും എന്നും ഒക്കെ പറയുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഈ പുസ്തകങ്ങളൊക്കെ എവിടെ നിന്ന്, ആരാ രചിച്ചത് നമ്മൾ തിരിച്ചറിയണം. അവിസന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവഗാഹം നേടിയ, നെഞ്ചുവരെ ദാടി വളർത്തിയ, തലപ്പാവ് കെട്ടിയ, നീളം വസ്ത്രം ധരിച്ച ഒരു മുസ്ലിം പണ്ഡിതൻ അബ്ദുല്ലാഹ് ഇബ്നു സീന. അബ്ദുല്ലാഹ് ഇബ്നു സീന, ആ ഇബ്നു സീന എന്ന മുസൽമാനെയാണ് അമേരിക്കക്കാരൻ അവിസന്നയാക്കി മാറ്റിയത്. ഇബ്നു സീനയെ അവിസന്നയാക്കി മാറ്റി. ദ ബുക്ക് ഓഫ് ഹീലിംഗ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മൊഴിമാറ്റപ്പെട്ട പുസ്തകം. അതിന്റെ അടിസ്ഥാന മൂലഗ്രന്ഥം അറബി ഭാഷയിലാ. ആ ഗ്രന്ഥം രചിക്കപ്പെട്ടത് അറബിയിലാണ്. കിതാബുശ്ശിഫ, കിതാബുശ്ശിഫ. ആ കിതാബുശ്ശിഫയിനെയാണ് ദ ബുക്ക് ഓഫ് ഹീലിംഗ് ആക്കി മാറ്റിയത്. ദ കാനോൻ ഓഫ് മെഡിസിൻ, അൽ ഖാനൂനു ഫി തിബ്ബ്, വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ. അൽ ഖാനൂനു ഫി തിബ്ബ് എന്ന പേരിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സീന എന്ന ഖുർആൻ പണ്ഡിതൻ അറബി ഭാഷയിൽ രചിച്ചതിനെ യൂറോപ്യൻ എടുത്ത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റി. നമ്മളിത് വല്ലോ അറിയുന്നോ? നമ്മളിത് വല്ലതും തിരിച്ചറിയുന്നോ? മെഡിക്കൽ സയൻസിന് പോകുന്ന നമ്മുടെ മക്കൾക്ക് ഖുർആനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിസ്കാരം തന്നെ ഉണ്ടോ? 5 നേരം കൃത്യമായി നിസ്കരിച്ച, സുന്നത്ത് നിസ്കാരങ്ങൾ പോലും ഒഴിവാക്കാതിരുന്ന, വിശുദ്ധ ഖുർആനുമായി അങ്ങേയറ്റം ബന്ധം പുലർത്തിയ ആളുകളാണ് ഇവർ ഈ പഠിക്കുന്ന പുസ്തകങ്ങളുടെ മൂലഗ്രന്ഥം രചിച്ചത്. പക്ഷേ ഇന്നിത് പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് ദീനുമായിട്ടൊരു ബന്ധവുമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നാൽ, അതേപോലെ ജിയോളജിയിലേക്കൊക്കെ കടന്നു വന്നാൽ ഖവാരിസ്മി എന്നൊരു പേരുണ്ട്. ദ ഇമേജ് ഓഫ് ദി എർത്ത് എന്ന പേരിൽ ഭൂമിയുടെ ഘടന പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആരാത്? മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി.
മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി ഒരു ഖുർആൻ പണ്ഡിതനാണ്. അദ്ദേഹം പക്കാ അറബി ഭാഷയിൽ രചിച്ച കിതാബു സൂറത്തുൽ അർള്, കിതാബു സൂറത്തുൽ അർള് അമേരിക്കക്കാരൻ മൊഴിമാറ്റി ദ ഇമേജ് ഓഫ് ദി എർത്ത് ആക്കി മാറ്റി. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ഇന്ത്യയിൽ നിന്ന് മംഗളിയാൻ യാത്ര ചെയ്തു. എവിടേക്കാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തേക്ക് പോയി സ്ഥിതി ചെയ്യുകയുണ്ടായി. ലോകത്തൊരു രാജ്യത്തിനും കഴിഞ്ഞില്ല. അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല, റഷ്യക്ക് കഴിഞ്ഞില്ല, ജപ്പാന് കഴിഞ്ഞില്ല. പക്ഷേ ISROയിലെ മിടുക്കന്മാരായ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അവരെ ഉയർത്തട്ടെ, അള്ളാഹു അവരെ വളർത്തട്ടെ, ഇനിയും വലിയ വലിയ മേഖലകളിലേക്ക് പടച്ചവനവരെ കൊണ്ടെത്തിക്കട്ടെ. ഇന്ത്യ രാജ്യത്തിന് എല്ലാ കാലവും ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി പറയാം, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ ഭാഗത്തേക്ക് ആദ്യമായി ഒരു പേടകം ഇറക്കിയത് ഇന്ത്യ രാജ്യമാണ്. ആകാശത്തിന്റെ മേഖലകൾ കടന്നിട്ട് ഒരു പേടകം യാത്രയായി. നമ്മൾ ചിന്തിച്ചേ, നമുക്കിതൊക്കെ വലിയ അഭിമാനമാണ്, നമുക്കിതൊക്കെ വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ല പേട്ടയിലുള്ള ISRO, തുമ്പയിലുള്ള ISROയ്ക്ക് പോലും അതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ് ആ കാര്യത്തിലൊക്കെ. അല്ലാതെ മംഗളയാൻ അങ്ങ് അവിടെ എത്തിക്കഴിയുമ്പോ ഇതൊന്നുമല്ല, ഇവിടെ ആദ്യമായി വിമാനം പറപ്പിച്ച ഞങ്ങളാണ്, ഞങ്ങളുടെ പുഷ്പവിമാനമാണെന്നൊന്നും പറഞ്ഞ് നമ്മൾ വരുന്നില്ല. പുസ്തകങ്ങളിൽ ഞങ്ങളുടെ ഉൾക്കൊള്ളിക്കണമെന്നും നമ്മൾ പറയുന്നില്ല. അതേസമയം നമുക്കൊരു വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ യാത്ര നടത്തി, ഇസ്രാ മിഅ്റാജ് നടത്തിയ ഒരു യാത്രയുണ്ട്. ബുറാഖ് എന്ന പ്രത്യേക വാഹനത്തിൽ ഏറിയിട്ട് ഹബീബായ റസൂൽ ആകാശത്തിന്റെ സർവ്വസീമകളും കടന്നിട്ട് സ്വർഗവാതിലുകളെല്ലാം നരകവാതിലുകളെല്ലാം കടന്ന് അങ്ങേയറ്റം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുക്കൽ പോയി. നമ്മളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. ആ സംഭവം നടന്നത് മക്കയില. പക്ഷേ മക്കയിൽ ഒരു സ്കൂളിൽ പോലും ലോകത്താദ്യമായി വിമാനയാത്ര നടത്തിയത്, റോക്കറ്റ് നടത്തിയത് റസൂലുള്ളാഹി എന്ന് പഠിപ്പിക്കുന്നില്ല. നമ്മൾ അംഗീകരിക്കുന്നു ഇവിടുത്തെ ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നില്ലേ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ, ആകാശത്തിന്റേതായ ഭൂമിയുടേതായ സീമകൾ കടന്നുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കോളിൻ. പക്ഷേ അള്ളാഹു സഹായിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പറ്റൂല. അല്ലേ? സുനിത വില്യംസ് എന്ന ശാസ്ത്രജ്ഞ ഇപ്പോഴും അവിടെ കിടക്കുക, തിരിച്ചു വരാൻ പറ്റുന്നില്ല. എന്താ? കണ്ടുപിടുത്തങ്ങൾ ഇല്ലാത്തോണ്ടാണോ? സംവിധാനങ്ങൾ ഇല്ലാത്തോണ്ടാണോ? പറ്റുന്നില്ല. ഇനി എത്ര നാൾ ആ സ്ത്രീ അവിടെ കിടക്കുമെന്ന് അള്ളാഹു താല ഒരു പോർണ്ണമില്ലാതെ തിരിച്ചെത്തിക്കട്ടെ. കാരണം അവരൊക്കെ അവരുടെ ജീവിതം തന്നെ വെച്ച് ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. അങ്ങോട്ട് പോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല. എത്ര നാൾ കിടക്കും? അവിടെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ ജിന്നുകളെ, ഇനിസ്തതഅതും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആകാശഭൂമികളുടെ അതിർവരമ്പുകൾ കടന്ന് നിങ്ങൾ പൊയ്ക്കോളിൻ, പൊയ്ക്കോളിൻ. ബഹിരാകാശത്ത് പോവിൻ, ചന്ദ്രനിലേക്ക് പോവിൻ, ചൊവ്വയിലേക്ക് പോവിൻ. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അധികാരവും സഹായവും കൊണ്ടല്ലാതെ നിങ്ങൾക്ക് അതിന് പറ്റൂല. അള്ളാഹ് സഹായിച്ചിട്ടല്ലാതെ സുനിത വില്യംസിന് തിരിച്ചു വരാൻ പറ്റൂല. ഖുർആൻ പറയാ, പോണം, പഠിക്കണം. പക്ഷേ നമ്മളൊന്ന് തിരിച്ചറിയണം, ഇവിടെ ആകാശത്തിന്റെ സീമകൾ കടന്നു പോകാൻ വിമാനങ്ങൾ കണ്ടുപിടിച്ചതാരാ? റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടുപിടിച്ചു. നമ്മളൊക്കെ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് എഴുതുന്നതും ഒക്കെ അങ്ങനെ തന്നെയാ. ഒരുപാട് ഗവേഷണങ്ങൾ അവര് നടത്തി. ചിറക് വെച്ച് പിടിച്ചിട്ട് പറക്കാൻ നോക്കി ആദ്യമായി. പിന്നെ അതിൽ നിന്നും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് അവരെത്തി. എന്നാൽ ഈ റൈറ്റ് സഹോദരന്മാർക്ക് പറക്കുവാനുള്ള പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാ? ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ, ഇപ്പൊ അവിടെ ഉണ്ടോ എന്ന് അറിയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇറാഖിലെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ ചെന്നാൽ അവിടെ ഇതുപോലെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു രൂപമുണ്ട്. കണ്ടായിരുന്നു? ഇറാഖിൽ കണ്ടിരുന്നോ? വലിയ ഉസ്താദ് ഇറാഖിലൊക്കെ പോയിട്ടുള്ള ആളാണ്. അവിടെ ചിറക് വെച്ച് പറക്കുന്ന ഒരു മനുഷ്യന്റെ രൂപമുണ്ട്. ആരാ? റൈറ്റ് സഹോദരന്മാരാണോ? അല്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ലോകത്താദ്യമായി പറക്കണമെന്ന് ചിന്തിച്ചതാരാ? പറക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതാരാ? ഒരു മുസൽമാൻ, അബ്ബാസ് ബിൻ ഫിർനാസ്. അബ്ബാസ് ബിൻ ഫിർനാസ് പറക്കണം,
മനുഷ്യന് പറക്കണം, ആകാശത്തിന്റെ സീമകൾ കടന്നു പോകണം. അതിനുവേണ്ടി കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഫാദർ ഓഫ് ഏവിയേഷൻ, വ്യോമശാസ്ത്രത്തിന്റെ പിതാവ് എന്ന അദ്ദേഹത്തെ അറിയപ്പെടുന്ന അബ്ബാസ് ബിൻ ഫിർനാസ്. സഹോദരങ്ങളെ, വിനീതൻ ഇത് പറഞ്ഞത് വ്യോമശാസ്ത്രത്തിന്റെ പിതാവായ അബ്ബാസ് ബിൻ ഫിർനാസ് ആയാലും, ഗോളശാസ്ത്രത്തിൽ കണ്ടുപിടുത്തം നടത്തിയ മൂസാ ബിൻ ഖവാരിസ്മി ആയാലും, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ അബ്ദുല്ലാഹ് ബിൻ സീനയായാലും, ഇവർക്കെല്ലാം പ്രചോദനം നൽകപ്പെട്ടത് എവിടെ നിന്നാ? ഇവരുടെ പഠനങ്ങൾക്ക് വേണ്ടി കേട്ട്, ഇവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി കേട്ട് പ്രചോദനങ്ങൾ നൽകപ്പെട്ടത് എവിടെ നിന്നാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അവിടേക്കാണ് നമ്മൾ തിരികെ എത്തേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഒരു മനുഷ്യനും ചിന്തിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യനും പറക്കേണ്ടതുണ്ട്. പറവകള് പറക്കുന്നതെങ്ങനാ? അതേ, ചിറവുകൾ വിടർത്തിയിട്ട പറവകള് പറക്കുന്നത് പോലെ മനുഷ്യനും പറക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ചിറവുകൾ വെച്ച് പിടിച്ചിപ്പിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ച അബ്ബാസ് ബിൻ ഫിർനാസ് എവിടെ നിന്നാണ് ഈ പ്രചോദനം കിട്ടിയതെന്നറിയുമോ? അവലം യറൗ ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബിദന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്നില്ലേ? അവലം ഇല തൈരി ഫൗഖഹും സാഫാത്തിൻ വയഖബിദന, നിങ്ങളുടെ തലയുടെ മുകളിലൂടെ ചിറക് വിരിച്ച് പറക്കുന്നതായ പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? കാരുണ്യവാനായ പടച്ചവൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വീണുപോകാതെ ആ ചിറകുകളിൽ അവരെ താങ്ങി നിർത്തിയിരിക്കുന്നതെങ്ങനാ? ഏ മനുഷ്യ, നീ ചിന്തിച്ചു നോക്കടേ. ഏ മനുഷ്യ, നീ പഠനം നടത്തി നോക്കടേ. അതേ, പറക്കുവാൻ വേണ്ടി മനുഷ്യന് പ്രചോദനം നൽകിയ വിശുദ്ധ ഖുർആൻ, ഏവിയേഷൻ അടിസ്ഥാന ശിലയിട്ടുകൊണ്ട് ലോകത്തോടാദ്യമായി പറവകളെ നിരീക്ഷിക്കാൻ പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ തീർന്നിട്ടില്ലല്ല സഹോദരങ്ങളെ. ഓരോ ശാസ്ത്ര മേഖലകൾ നമ്മൾ എടുത്താലും അല്ലാഹുവിന്റെ ഖുർആനല്ലേ അവിടെ അടിസ്ഥാനമിട്ടിട്ടുള്ളത്. അല്ലാഹു ചോദിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വ ഇലസ് സമാഇ കൈഫ റുഫിഅത് വ ഇലൽ ജിബാലി കൈഫ നുസിബത് വ ഇലൽ അർളി കൈഫ സുതിഹത് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്തുകൊണ്ട് അവരൊട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ല? അവിടെ ആ ഒട്ടകങ്ങൾ എങ്ങനെയാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? എങ്ങനെന്ന്? മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിന്റെ ശരീരഘടന എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ജീവിതം എങ്ങനെയാ? ആ ഒട്ടകത്തിൻ്റെതായ ശാസ്ത്രം എങ്ങനെയാ? ആ ഒട്ടകത്തിലേക്ക് നോക്കിക്കൊണ്ടവര് പഠനം നടത്താത്തതെന്തേ? അതേ, ജന്തുശാസ്ത്രം പഠിക്കാൻ പ്രചോദനം നൽകുന്ന ഖുർആൻ, വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ വനുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. നിശ്ചയമായും നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ആ നാൽക്കാലി മൃഗങ്ങളിൽ നിങ്ങൾ ഗവേഷണം നടത്തണേ, ജന്തുശാസ്ത്രം നിങ്ങൾ പഠിക്കണേ, സുവോളജി നിങ്ങൾ പഠിക്കണേ. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റാ വനുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. എങ്ങനെയാണ് ആ നാൽക്കാലി മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് സുന്ദര പാനീയമായ പാല് വരുന്നതെങ്ങനെയാ? ചീഞ്ഞു മാറുന്ന ചാണകത്തിന്റെയും മലിനമായ രക്തത്തിന്റെയും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല സുന്ദരമായ വെള്ള നിറമുള്ളതായ പാനീയമായ പാല് കിട്ടുന്നതെങ്ങനാ? ഏ മനുഷ്യരെ, നിങ്ങൾ പഠിക്കണേ. ജന്തുക്കളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന അത്ഭുതകരമായ പ്രക്രിയയെ പറ്റി പഠിക്കണമെന്ന് ലോകത്തോട് പറഞ്ഞു ജന്തുശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലഭാഗിയ വിശുദ്ധ ഖുർആൻ. എന്നിട്ട് വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലസ് സമാഇ കൈഫ റുഫിഅത്, എന്തുകൊണ്ട് അവർ നോക്കുന്നില്ല? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നതെങ്ങനെയാ? ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നതെങ്ങനെയാ? ആകാശത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് അവർ നോക്കാത്തതെന്ത്? അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിമാഖാ വജഅല
വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല ശംസ സിറാജാ. തട്ടുതട്ടുകളായി ആകാശത്തെ വിധാനിച്ച അല്ലാഹ് അതിൽ സൂര്യനെയും ചന്ദ്രങ്ങളെയും നക്ഷത്രങ്ങളെയും കൊണ്ടുവന്ന് അലങ്കരിച്ചിരിക്കുന്ന അല്ലാഹ്. എന്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ അത്ഭുതകരമായ പ്രക്രിയയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല? അല്ലാഹു തആല നമ്മളോട് ചോദിക്കുക, ആകാശത്തെ പറ്റി പഠിക്കുക, അസ്ട്രോണമി നിങ്ങൾ പഠിക്കുക, വാനശാസ്ത്രം പഠിക്കുക. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ തീർന്നിട്ടില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വഇലൽ ജിബാലി കൈഫ നുസിബത്ത്. അതേ പർവ്വതങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? ഭൂമി ഇളകാതിരിക്കാൻ, ഭൂമി നശിച്ചു പോകാതിരിക്കാൻ ആണിയടിപ്പിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്നത് പോലെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹ്. പ്രകൃതിയെ പറ്റി പഠിക്കണേ, കാലാവസ്ഥകളെ പറ്റി പഠിക്കണേ, സന്തുലിതാവസ്ഥയെ പറ്റി പഠിക്കണേ. സഹോദരങ്ങളെ, വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ വേദന മാറിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച ഇതേ സമയം വിനീതൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാ. ശനിയാഴ്ചയുടെ പകല് വിനീതൻ മേപ്പാടിയുടെ മുണ്ടക്കയത്തിന്റെ ചൂരൽമലയുടെ പ്രദേശങ്ങൾ കണ്ടുപോയതാ. റബ്ബേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകൃതി രമണീയ കൊണ്ട് അനുഗ്രഹിച്ച ഇടമാ. പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച സ്ഥലമാ. എന്നാൽ ആ പർവ്വതങ്ങൾ മനുഷ്യന് പൊട്ടിക്കാൻ തുടങ്ങിയപ്പോ, ആ കുന്നുകൾ മനുഷ്യൻ ഇടിക്കാൻ തുടങ്ങിയപ്പോ, അല്ലാഹു ആണികളായി ഭൂമിയിൽ ഉറപ്പിച്ച പർവ്വതങ്ങളെ തകർക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റേതായ പരീക്ഷണം ഉരുൾപൊട്ടലും ജലപ്രളയവുമായി വരികയാ. അല്ലാഹു പറയുന്നു, മനുഷ്യരെ നിങ്ങൾ പഠിക്കുക. അല്ലാഹു പർവ്വതങ്ങളെ ഭൂമികൾ കാണികളാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? വഇലൽ അർളി കൈഫ സുതിഹത്. ഈ ഭൂമിയെ പടച്ചവൻ വിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ? ഈ ഭൂമിയെ സംവിധാനിച്ചിരിക്കുന്നത് എങ്ങനെയാ? ജിയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുക, ഭൗമശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, ഒരു യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ, ഒരു സ്റ്റെതസ്കോപ്പ് ഇല്ലാത്ത, ടെലസ്കോപ്പ് ഇല്ലാത്ത, മൈക്രോസ്കോപ്പ് ഇല്ലാത്ത കാലഘട്ടത്തില്, ആധുനിക കണ്ടുപിടുത്തങ്ങളില്ലാത്ത കാലഘട്ടത്തില്, ഗവേഷണങ്ങൾ നടത്തപ്പെടാത്ത കാലഘട്ടത്തില്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിലെ മരുമണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകർ തന്റെ അനുചരന്മാരെ വിളിച്ചിരുത്തി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുകയാ. നിങ്ങൾ ഭൗമശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ വാനശാസ്ത്രം പഠിക്കണേ, നിങ്ങൾ അതുപോലെ ശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു പോകണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനല്ലേ പഠിപ്പിച്ചു തരുന്നത്. വീണ്ടും അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാ, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു വം നഹ്നുൽ ഖാലിഖൂൻ. തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ആ തുള്ളിത്തെറിക്കുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് പരിപൂർണ മനുഷ്യനെന്ന സൃഷ്ടിപ്പിലേക്ക് കൊണ്ടുവന്നതെങ്ങനെയാ? പഠിക്കണം മനുഷ്യരെ, നിങ്ങൾ ഭ്രൂണശാസ്ത്രം നിങ്ങൾ പഠിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ച അല്ലാഹ് ആ ഇന്ദ്രിയത്തുള്ളിയെ അല്ലാഹു തആല രക്തപിണ്ഡമാക്കുകയാ. അത് പിന്നെ മാംസകഷണമായി മാറുകയാ. അതിലേക്ക് എല്ലുകൾ വന്നു മൂടുകയാ. അതിലേക്ക് മാംസം കൊണ്ട് പൊതിയുകയാ. അങ്ങനെ പരിപൂർണ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ആ എംബ്രയോളജിയെ പറ്റി നിങ്ങൾ പഠിക്കുവോ? ഭ്രൂണശാസ്ത്രത്തെ പറ്റി നിങ്ങൾ പഠിക്കുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ലോകത്തോട് വിളിച്ചു ചോദിക്കുകയാ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെപ്പറ്റിയും നിങ്ങൾ ചിന്തിക്കാത്തതെന്ത്? വാനത്ത് ലോകത്ത് നിന്ന് മേഘങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നതാരാ? ഓരോ തുള്ളി വെള്ളത്തെപ്പറ്റിയും ഗവേഷണം നടത്തണമെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധ ഖുർആൻ. അഫറഅയ്തുമുൻ നാറല്ലതീ തുറൂൻ
നിങ്ങൾ കത്തിക്കുന്ന തീയെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ തീ കത്തുന്നത് എങ്ങനെയാണ്? തീ കത്തി നിൽക്കുന്നത് എങ്ങനെയാണ്? വാതകങ്ങളെ പറ്റി പഠിക്കണം, തീയിനെ പറ്റി പഠിക്കണം. ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ, അഫറഅയ്തും മാ തഹ്റുസൂൻ അഅൻതും തസ്റഊനഹു വം നഹ്നു الزارعون لو نشاء لجعلناه حطاما فلولا تشكرون. അതേ ഭൂമിയിൽ നിന്നും വിത്തുകളിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്നതായ ചെടികൊടികളെ പറ്റി നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങൾ സസ്യശാസ്ത്രത്തെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലേ? അതെങ്ങനെയാ വളർന്നു വരുന്നതെന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലോകത്തോട് വിളിച്ചു പറയുന്ന വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഏതും നമ്മൾ എടുത്തു ലോകത്തിൽ നിങ്ങൾ സുവോളജി പഠിക്കണം, നിങ്ങൾ ജിയോളജി പഠിക്കണം, നിങ്ങൾ അസ്ട്രോണമി പഠിക്കണം, നിങ്ങൾ എല്ലാ മേഖലകളും പഠിക്കണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഇവിടെ അതിന്റെ ഇടയിലെ ഗവേഷണങ്ങളുണ്ടോ? ഇവിടെ കണ്ടുപിടുത്തങ്ങളുണ്ടോ? ഒരു ശാസ്ത്രജ്ഞനെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? ഇവരൊന്നും ഇല്ലാത്തപ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞാ പഠിക്കണം പഠിക്കണം. ഓരോന്നും വേർതിരിച്ച് 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 പറഞ്ഞു പറയാൻ നിന്നാ തീരൂല. ഇനി ഒരുപാടുണ്ടാവും.